എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഒന്നാമത്തെ ചോദ്യം, യോഹന്നാൻ സ്നാപകൻ വന്ന് പ്രസംഗിച്ചത് എവിടെ? ഉത്തരം, യഹൂദിയ മരുഭൂമിയിൽ. 3-ാം അധ്യായം 1-ാം വാക്യം. ചോദ്യം 2, യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിൽ പ്രസംഗിച്ചത് എന്ത്? ഉത്തരം, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന. 3-ാം അധ്യായം 2-ാം വാക്യം. ചോദ്യം 3, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്, കർത്താവിന്റെ വഴി ഒരുക്കി അവന്റെ പാത നിരപ്പാക്കുവീൻ എന്ന് പ്രവചിച്ചത് ആര്? ഉത്തരം, യെശയ്യാ പ്രവാചകൻ. 3-ാം അധ്യായം 3-ാം വാക്യം. ചോദ്യം 4, യോഹന്നാൻ സ്നാപകന്റെ വസ്ത്രം എന്തായിരുന്നു? ഉത്തരം, ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും. 3-ാം അധ്യായം 4-ാം വാക്യം. ചോദ്യം 5, യോഹന്നാൻ സ്നാപകന്റെ ആഹാരം എന്തായിരുന്നു? ഉത്തരം, വെട്ടുക്കിളിയും കാട്ടുതേനും. 3-ാം അധ്യായം 4-ാം വാക്യം. ചോദ്യം 6, യോഹന്നാന്റെ അടുക്കൽ വന്ന് തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് സ്നാനമേറ്റവർ ആരെല്ലാം? ഉത്തരം, യെരുശലേമ്യരും യഹൂദിയ ദേശക്കാരും യോർദാന്റെ ഇരുകരയുള്ള എല്ലാ നാട്ടുകാരും. 3-ാം അധ്യായം 5-ഉം 6-ഉം വാക്യങ്ങൾ. ചോദ്യം 7, ഏതു നദിയിലാണ് യോഹന്നാൻ സ്നാപകൻ സ്നാനം കഴിപ്പിച്ചത്? ഉത്തരം, യോർദാൻ നദിയിൽ. 3-ാം അധ്യായം 6-ാം വാക്യം. ചോദ്യം 8, സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആർ? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ എന്ന് യോഹന്നാൻ പറഞ്ഞത് ആരോട്? ഉത്തരം, തന്റെ അടുക്കൽ സ്നാനത്തിനായി വന്ന പരീശരോടും സദൂക്യരോടും. 3-ാം അധ്യായം 7-ഉം 8-ഉം വാക്യങ്ങൾ. ചോദ്യം 9, അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറയുന്നത് ആര്? ഉത്തരം, പരീശരും സദൂക്യരും. 3-ാം അധ്യായം 9-ാം വാക്യം. ചോദ്യം 10, എങ്ങനെയുള്ള വൃക്ഷമാണ് വെട്ടി തീയിലിടുന്നത്? ഉത്തരം, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം. 3-ാം അധ്യായം 10-ാം വാക്യം. ചോദ്യം 11, യോഹന്നാൻ തന്റെ അടുക്കൽ വന്നവരെ സ്നാനം ഏൽപ്പിച്ചത് എന്തിനായിട്ട്? ഉത്തരം, മാനസാന്തരത്തിനായി. 3-ാം അധ്യായം 11-ാം വാക്യം. ചോദ്യം 12, എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു, ആർ ആരെ കുറിച്ച് പറഞ്ഞു? ഉത്തരം, യോഹന്നാൻ യേശുവിനെ കുറിച്ച്. 3-ാം അധ്യായം 11-ാം വാക്യം. ചോദ്യം 13, യേശു എങ്ങനെ സ്നാനം ഏൽപ്പിക്കുമെന്നാണ് യോഹന്നാൻ തന്റെ അടുക്കൽ വന്നവരോട് പറഞ്ഞത്? ഉത്തരം, പരിശുദ്ധാത്മാവിലും തീയിലും. 3-ാം അധ്യായം 11-ാം വാക്യം. ചോദ്യം 14, കളത്തെ മുറ്റും വെടിപ്പാക്കി കളപ്പുരയിൽ കൂട്ടിവയ്ക്കുന്നത് എന്ത്? ഉത്തരം, കോതമ്പ്. 3-ാം അധ്യായം 12-ാം വാക്യം. ചോദ്യം 15, കളത്തെ മുറ്റും വെടിപ്പാക്കി പതിർ എവിടെ ഇട്ടുകളയും? ഉത്തരം, കെടാത്ത തീയിൽ ഇട്ട് ചുട്ടുകളയും. 3-ാം അധ്യായം 12-ാം വാക്യം. ചോദ്യം 16, യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ എവിടെ നിന്ന് യോർദാൻ കര വന്നു? ഉത്തരം, ഗലീലയിൽ നിന്ന്. ചോദ്യം 17, ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം, ആർ ആരോട് പറഞ്ഞു? ഉത്തരം, യേശു യോഹന്നാനോട്. 3-ാം അധ്യായം 14-ഉം 15-ഉം വാക്യങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി മറ്റുള്ളവരിലും എത്തിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.